നമസ്കാരം. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിച്ച, എൻ്റെ ജീവിതത്തെ അത്ഭുതപ്പെടുത്തിയ, കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഈ ലോകത്തെ പഠിക്കാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് പ്രകാശമേകാൻ, പ്രചോദനമേകുവാൻ ഒരുങ്ങിയ വ്യക്തിത്വം. ലോകമെമ്പാടുമുള്ള കാഴ്ച പരിമിതരായ കായിക താരങ്ങൾക്ക് അദ്ദേഹം എന്നൊരു ആകാശമാണ്, ഒരു വലിയ പ്രതീക്ഷയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ലോക ബ്ലൈൻഡ് ക്രിക്കറ്റ് ജനറൽ സെക്രട്ടറിയും പ്രതിഭാശാലിയും നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമായ ശ്രീ രജനീഷ് സാറാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, ജീവിത പരിസരങ്ങളിലൂടെ, അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ബഹുമാനപ്പെട്ട രജനീഷ് സാർ, അങ്ങേക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം. താങ്ക് യു സോ മച്ച് അച്ഛാ. കിരീടം നേടിയ നിമിഷം ലക്ഷക്കണക്കിന് ഇന്ത്യൻ ആരാധകരെ പോലെ താങ്കളും ആഹ്ലാദിച്ചിട്ടുണ്ട്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റിൻ്റെ അഭിമാനമായി ഇന്ത്യയുടെ ടീം അംഗങ്ങൾ ജയിച്ച നിമിഷങ്ങൾ കോടിക്കണക്കിന് പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഏറെ സന്തോഷിച്ചിട്ടുണ്ട്. ആ നിമിഷങ്ങളിൽ താങ്കളുടെ ഹൃദയത്തിലൂടെ വന്ന വികാരം എന്താണ്? അതിൻ്റെ പ്രചോദനങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള യാത്രകൾ ഒന്ന് വിശദമാക്കാമോ? അച്ഛാ, എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയത്. പിന്നെ ഞാൻ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് മാച്ച് ഒഫീഷ്യൽസിൻ്റെ TV റൂമിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സെക്രട്ടറി ജനറൽ ഓഫ് ദ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുമ്പം എനിക്ക് ഇന്ത്യൻ ടീമിനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, അത് ഞാൻ എല്ലാ ടീമിൻ്റെയും കൂടി ആയതുകൊണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഈ വേൾഡ് കപ്പിന് ഒരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാം പണ്ടേ മനസ്സിലാക്കിയതാണ്. കാരണം മെൻസ് വേൾഡ് കപ്പ് ജയിച്ച സമയത്ത് കിട്ടിയ സ്വീകാര്യതയും ആ ഒരു മൊമെൻറ്റം അത് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഗേൾസിലേക്ക് വരുമ്പം അതിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഒരു 6-7 വർഷം മുമ്പ് ഗേൾസിൻ്റെ ക്രിക്കറ്റ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് വേൾഡ് കപ്പ് നടത്താൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇത് ഗേൾസ് ഏറ്റെടുക്കുമെന്നോ, അല്ലെങ്കിൽ ഗേൾസിൻ്റെ പേരൻസ് ഏറ്റെടുക്കുമെന്നോ, ബ്ലൈൻഡ് കമ്മ്യൂണിറ്റി ഏറ്റെടുക്കുമെന്നോ, അല്ലെങ്കിൽ സൊസൈറ്റി ഏറ്റെടുക്കുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് വിൻ ചെയ്ത ആ ഒരു മൊമെൻറ്റും ആ ഒരു സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണെന്ന്. അതുകൊണ്ട് ഞാനൊരു ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇന്ത്യയുടെ വുമൻസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഞാൻ. അതേപോലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് അത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് നടത്താൻ സാധിച്ചതിലുള്ള ആ ഒരു സന്തോഷവും അഭിമാനവും എല്ലാം കൂടെ കടന്നു പോയതുകൊണ്ട് അത് എനിക്ക് വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അച്ഛാ. അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങളിലൂടെയാണ് ആ സമയത്ത് ഞാൻ കടന്നുപോയത്. കാഴ്ച നഷ്ടമായ ആ നിമിഷം, ആ ഇരുട്ടിൽ നിന്ന് ഇന്ന് കാണുന്ന ഉയർന്ന പദവിയിലേക്ക് നടന്നു കയറാൻ അങ്ങേ സഹായിച്ച വഴിവിളക്ക് അതാരായിരുന്നു? എന്തായിരുന്നു ആ പ്രചോദനം? എന്നെ സംബന്ധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടത് 6ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ഒരുപാട് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ അത്ര വറീഡൊന്നും ആയിരുന്നില്ല. എനിക്ക് ക്രിക്കറ്റർ ആവണം, ക്രിക്കറ്റ് കളിക്കണം എന്നൊക്കെ അന്നേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റ് കണ്ടിരുന്നു കാഴ്ചയുള്ള സമയത്ത്. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ആശങ്കകളെ പറ്റിയൊക്കെ എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ വളരെ കൺസേൺഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്തതിലുള്ള കൺസേൺ ആയിരുന്നു. പിന്നീടാണ് നമ്മുടെ ജീവിതം, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പം ഈ പറയുന്ന ഒരു നിരാശയോ ബുദ്ധിമുട്ടുകളോ ഒന്നും അങ്ങനെ തോന്നാറില്ലെങ്കിലും വളർന്നു വലുതാകുമ്പോഴാണല്ലോ കൂടുതൽ അറിവുണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായിട്ട് ഇടപെടുക. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളുടെ പലതും നഷ്ടപ്പെട്ട്, നമ്മൾ ആ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് പിന്നീട് നമ്മളുടെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നൊരു സമയത്താണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു 70% കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തഴയപ്പെടുന്നുണ്ട്, സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ വന്നതും
ഒക്കെ ആ ഒരു നിമിഷത്തിലാണ്. അത് ആ സമയം മുതലേ ഞാൻ മനസ്സിലാക്കിയിരുന്നു, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അന്ന് എനിക്ക് അന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം. ഞാൻ ഭയങ്കരമായിട്ട് ബിലീഫ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും റെഡിയായി വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അത് കാഴ്ചയുടെ കാര്യത്തിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ക്രിക്കറ്റിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പിന്നീടുള്ള എല്ലാ കാലത്തും വളർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സമയത്ത് പോലും ആ ഒരു കോൺഫിഡൻസിൻ്റെ, പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പല കാരണങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരു കാരണം അങ്ങനെ ഒരു ചിന്തയായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ വരെ എത്തിപ്പെടുമെന്നൊന്നും ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിട്ടില്ല. പക്ഷേ ക്രിക്കറ്റിൽ പിന്നീട് ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്ത് ക്രിക്കറ്റിനെ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കാഴ്ചയില്ലാത്തവർക്ക് മെയിൻ സ്ട്രീം ക്രിക്കറ്റേഴ്സിനെ പോലെ ആ ഒരു റെക്കഗ്നിഷൻ കിട്ടണമെന്നും ഈ സമൂഹത്തിൽ നമ്മൾ എവിടെയൊക്കെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ അവോയ്ഡ് ചെയ്യപ്പെട്ടോ അവിടെയൊക്കെ തിരിച്ച് ആളുകളെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. പക്ഷെ അത് ക്രിക്കറ്റ് ഒരു നിമിത്തമായി വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് എടുത്തെടുത്ത് പറയാനുള്ള. പക്ഷെ ക്രിക്കറ്റേഴ്സിനെയും നോർമൽ ക്രിക്കറ്റേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ക്രിക്കറ്റിനും എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്, ദൈവത്തിന് നന്ദി പറയാനുണ്ട്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് പല കാരണങ്ങൾ പ്രചോദനമായിട്ട് ഒന്നും രണ്ടൊന്നും അല്ല പറയാൻ പറ്റുക, പല കാരണങ്ങൾ എന്നിൽ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ടുള്ള സഹായിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ്റെ ഉയർച്ചയിൽ കുടുംബം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഞങ്ങളെപ്പോലെയുള്ള അങ്ങയുടെ സുഹൃത്തുക്കൾക്ക് അങ്ങയുടെ ജീവിതത്തിൽ കുടുംബം വഹിച്ച പങ്കിനെപ്പറ്റി, അവരുടെ പ്രചോദനത്തെപ്പറ്റി, അവരുടെ കൈത്താങ്ങലിനെ പറ്റി അറിയാൻ ഏറെ ഇഷ്ടമുണ്ട്. അത് ഞങ്ങളോടൊന്ന് വിശദമാക്കുമോ? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഫാദറും മദറുമായിട്ട് സെപ്പറേഷനായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ അങ്കിളുമാരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിരുന്നത്. ഗ്രാൻഡ് ഫാദറും ഉണ്ടായിരുന്നു. ആ കാലം മുതൽ അവർ തന്ന സപ്പോർട്ട്, മമ്മി ഭയങ്കര ഡെസ്പറേറ്റായി പോയിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞപ്പം അങ്കിളുമാരുടെ കൂടെയാണ് ഞാൻ ശരിക്കും ക്രിക്കറ്റ് കണ്ട് വളർന്നതും. അവരെന്നെ കാഴ്ച പോയ സമയത്ത് കുറച്ച് സമയമേ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അങ്കിളുമാർ മാക്സിമം എൻ്റെ വിഷന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്ത സമയത്ത് അവർ കാണാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ കാണിച്ചു തന്നിരുന്നു. അതേപോലെ എൻ്റെ ഗ്രാൻഡ് മദറാണ് എന്നെ ബ്ലൈൻഡ് സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അത് അങ്ങനെയൊക്കെ നോക്കുമ്പം ഒരുപാട് സപ്പോർട്ട് ആ സമയത്ത് അവർ ചെയ്തിരുന്നു. എൻ്റെ അങ്കിളുമാർക്ക് അന്നേ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മമ്മി ഭയങ്കര കാലത്ത് കോൺഫിഡൻസ് ഇല്ലാത്തൊരു രീതിയിലേക്ക് ഭയങ്കര ഡൗൺ ആയി പോയിരുന്നു. പക്ഷെ അങ്കിളുമാരാണ് എന്നെ ഒരുപാട് എന്നെ ക്രിക്കറ്റ് പഠിപ്പിച്ചതും ക്രിക്കറ്റിനെ പറ്റി കൂടുതൽ ഞാൻ അറിഞ്ഞതും. ഇന്ന് ഇപ്പം എനിക്ക് അഭിമാനത്തോടെ പറയാം, ക്രിക്കറ്റ് ഞാൻ മെയിൻ സ്ട്രീം ക്രിക്കറ്റിൻ്റെ അതേ ലെവലിൽ തന്നെ ബ്ലൈൻഡ് ക്രിക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അന്ന് അങ്കിളുമാർ എന്നെ ക്രിക്കറ്റ് പറഞ്ഞു തന്ന രീതി, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ കണ്ടു വളർന്ന രീതിയുടെയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകം ഞാൻ എപ്പോഴും താങ്ക്ഫുള്ളാണ്. ആ ഒരു സപ്പോർട്ട് എൻ്റെ ഗ്രാൻഡ് മദറും അങ്കിളുമാരും മമ്മിയും ഇപ്പം അവിടെ മുതൽ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്ന എൻ്റെ വൈഫും മോള് വരെ അതേപോലെയാണ് നമ്മളുടെ ത്രൂ ഔട്ട് ക്രിക്കറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ഓരോ സിറ്റുവേഷൻസിലും നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ടാണ്. ക്രിക്കറ്റിൽ താല്പര്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവരെല്ലാവരും ബാക്കിയുള്ളവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ കസിൻസിനെ പറ്റി എടുത്തു പറയണം, അവരെന്നെ കൊണ്ടു നടന്നത് അതേപോലെയാണ്. അങ്കിൾമാരുടെ മക്കളാണ് അവരെല്ലാവരും തന്നെ കൊണ്ടു നടന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുകയാണെങ്കിൽ ഒരു ബോൾ എവിടെയാണ് എറിഞ്ഞത്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ ഒരു ആക്ഷൻ രംഗങ്ങളാണെങ്കിൽ അത് പോസ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണ് ആ കിക്ക് അടിച്ചതെന്ന് വരെ കാണിച്ചു തരുന്ന രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിഷനുള്ള ലോകത്ത് ഒരു സൈറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് കാഴ്ചയില്ലാത്ത സമയത്ത് തന്നെ ഈ ഫാമിലി, എൻ്റെ കസിൻസ് എല്ലാവരുടെയും കിട്ടുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടിയിരുന്നു. അതെടുത്ത് പറയാതിരിക്കാൻ തരമില്ല. സാധാരണ ആളുകൾ അവരുടെ കണ്ണുകൊണ്ട് ഈ ലോകത്തെ കണ്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ താങ്കൾ മനക്കണ്ണുകൊണ്ട് കണ്ട് ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന ക്രിക്കറ്റിൻ്റെ പദവിയിലേക്ക് നടന്നു കയറി അതിൻ്റെ ശക്തിയെപ്പറ്റി, അതിൻ്റെ സാധ്യതയെപ്പറ്റി ഞങ്ങളോടൊന്ന് വിവരിക്കുമോ? പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ക്രിക്കറ്റ് ആയാലും സ്കൂളിൽ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്.
അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് 24 ആണ് എല്ലാവർക്കും ഉള്ളത്. ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയ 24 ഹവേഴ്സിനെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടത് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. അതെന്താ വെച്ചാൽ താങ്ക്സ് ടു ദ ബ്ലൈൻഡ് സ്കൂൾ സിസ്റ്റേഴ്സ് എന്നെ ഒരുപാട് ട്രെയിൻ ചെയ്ത കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ് ഡിസിപ്ലിൻ. ഭയങ്കര പേഴ്സണൽ ഡിസിപ്ലിൻ ഞാൻ ഇതിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് സമയങ്ങളിൽ വളരെ കമ്മിറ്റ്മെൻറ്റോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ ശീലിക്കുമായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൃത്യമായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൽ കാഴ്ചയുടെ ഘടകം എന്ന് പറയുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാഴ്ചയേക്കാൾ ഉപരി നമ്മുടെ കൃത്യമായ മനസ്സ് ഒരു കാര്യം ചെയ്യണം എന്നുള്ള നിശ്ചയദാർഢ്യമാണ്. അതിന് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 24 ഹവേഴ്സ് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ. നമ്മളെക്കാളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ ഉപയോഗിച്ച പല ആൾക്കാരും നമ്മൾ കഥകളിലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറിയിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ആ കാലത്തെ കിട്ടിയത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അച്ഛൻ ചോദിച്ചതുപോലെ തന്നെ ഞാൻ സ്കൂളിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വീട്ടിലെ എന്തായിക്കോട്ടെ അതെനിക്ക് ഈ പറഞ്ഞതുപോലെ ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ഈ 3Dയുടെ ഒരൊറ്റ ഫോമാറ്റിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പം അച്ഛൻ ചോദിച്ചതിനുള്ള മറുപടി. അങ്ങേപോലെ സുഹൃത്ത് എനിക്കുണ്ടെന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. ഇന്ന് ആളുകൾക്ക് സ്വന്തം കഴിവുകളിൽ സംശയം തോന്നുന്ന ഒരു കാലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. താങ്കളുടെ ആത്മവിശ്വാസം കളയുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് താങ്കൾ മറികടന്നതെന്ന് ഞങ്ങളോട് പറയുന്നു. താങ്ക് യു അച്ഛാ. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും പറയാറുമുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട നിമിഷങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതെങ്ങനെ നമ്മളത് കാര്യങ്ങൾ കാണുന്നു, എങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ച് ഇരിക്കും. അതിൽ പഠിച്ച് ജോലി മേടിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റിലായി എന്ന് വിചാരിക്കുന്ന സമയത്തുണ്ടായ ചില സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒന്നും നേടിയതൊക്കെ തന്നെ വെറുതെ ആയി പോയി എന്ന് തോന്നുന്ന തരത്തിൽ വരെ തോന്നിപ്പിച്ച പല നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഈ സമയം തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പതിവ് പോലെ ജോലിക്ക് പോകുന്നു. തിരിച്ച് വരുന്ന സമയത്ത് രാവിലെ മഴയുണ്ടായിരുന്നു. കുട നിവർത്തി വെച്ചിട്ട് വൈകുന്നേരം മഴയില്ലായിരുന്നു. കുട എടുക്കാൻ മറന്നുപോയി. തിരിച്ച് ബസ്സിൽ കയറി. അന്ന് കുട്ടികളെ കയറ്റി വിടുന്ന സമയമാണ്. ജോലിക്ക് തുടങ്ങിയ സമയമായതുകൊണ്ട് അത്രയ്ക്കും പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയി വരാനൊക്കെയുള്ള വണ്ടി, ഓട്ടോ വിളിക്കുക, കാർ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ബ്ലൈൻഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ബസ് അവർ കയറ്റി വിട്ടു. ബസ് ഇറങ്ങാറായപ്പോഴത്തേക്ക് അതിശക്തമായ മഴയായി മാറി. അപ്പം എൻ്റെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങാതിരിക്കാൻ തരമില്ലാതെ വരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആണ് എൻ്റെ കയ്യിൽ കുടയില്ല എന്നുള്ളത് ബാഗിൻ്റെ സൈഡ് നോക്കുമ്പോഴാണ് കുട എടുക്കാൻ മറന്നുപോയതായിട്ട് മനസ്സിലായത്. അതിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് ആ സ്റ്റോപ്പിൻ്റെ ഭാഗത്തൊന്നും മഴയായതുകൊണ്ട് ഒരുവിധം ആളുകളെല്ലാം ആ ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ മഴ സത്യത്തിൽ ഒരു 25-30 മിനിറ്റ്, കാരണം ഞാൻ എൻ്റെ കസിനെ വിളിച്ചപ്പോഴത്തേക്ക് കസിൻ കുറച്ച് ദൂരെയാണ്, അവൻ വരാൻ കുറേ കൂടി സമയം എടുക്കുമെന്ന് മനസ്സിലായി. ഓട്ടോ വിളിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ആരോടാണ്? കാരണം അതേപോലെ കുത്തി പെയ്യുന്ന മഴയായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഫുള്ള് നനഞ്ഞ് നിന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, എന്തൊരു കഷ്ടമാണിത്. കാരണം ഒരു കാഴ്ചയില്ലാത്ത ഒരാളുടെ അവസ്ഥയാണിത്. അപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോക്കി. മാറുമ്പോഴൊക്കെ വെള്ളം കാരണം കറക്റ്റ് എനിക്ക് ആ റോഡിൻ്റെ സൈഡ് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായനായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-20 മിനിറ്റോളം ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടി കുടയായിട്ട് വന്നിങ്ങനെ കുട പിടിക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, സാറിനെ കാണാറുണ്ട്, ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ സൈഡിലേക്ക്. അപ്പോൾ ആ കുട്ടി പിന്നീട് ഓട്ടോ വിളിച്ച്
കയറ്റി വിടുന്നത് വരെ ആ കുട്ടി നിന്നിട്ടാണ് പോയത്. പക്ഷേ തിരിച്ചു വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ വളരെ വലുതായിരുന്നു. കാരണം ഞാൻ ജോലി മേടിച്ചു, പഠിച്ചു, എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന്. അതാണ് ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ കുറേ കുട്ടികളായിട്ട് നടക്കുന്ന സമയത്തൊന്നും കാഴ്ചയില്ലാത്തതിൻ്റെ അവസ്ഥയേക്കാൾ നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അങ്ങനെ പിന്നീട് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. പല സമയത്തും നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഇങ്ങനെ കാഴ്ചയില്ലാത്തതുകൊണ്ട് മാത്രമാണല്ലോ നമ്മളിങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത പോകുന്ന ചില സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ആത്മവിശ്വാസം എന്ന് മാത്രമല്ല, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ് എന്ന് പോലും തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷനിലും. എല്ലാം ഞാൻ പറയുന്നില്ല, ഒരെണ്ണമാണ് പറയുന്നത്. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, എന്നെങ്കിലും ഈ പറയുന്ന പോലെ ഇതിനൊക്കെ മറികടന്ന് എന്നും നല്ല ഡ്രൈവറും കാറും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടെ ബ്ലൈൻഡിനെ സംബന്ധിച്ച് ഈ ടെക്നോളജി അല്ലെങ്കിൽ നല്ല പണം ഇങ്ങനെയുള്ള, അത് ഡിസബിലിറ്റിയുടെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ജോലി മേടിച്ച് സ്വന്തമായിട്ട് നല്ല സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഡിസബിലിറ്റി ഒന്നും ഒരു പരിധി വരെ ഡിസബിലിറ്റി അല്ലാതെ ആകും, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, എന്നെങ്കിലും ഇതൊക്കെ തിരിച്ചു പിടിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇന്ന് ഞാൻ അച്ഛനോട് കഴിഞ്ഞ ഇടയ്ക്ക് നാൾ പറഞ്ഞതുപോലെ ഞാൻ പറയുകയാണ്, ഇന്ന് ഇപ്പം ഞാൻ വളരെ സൗകര്യത്തിൽ, ഞാൻ ഒരിക്കലും ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകാത്ത തരത്തിലുള്ള യാത്രകളാണ് കൂടുതലും ഞാൻ വെൽ പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. അതിന് ദൈവത്തിന് നന്ദി. അതിന് ഒരുപാട് മുന്നോട്ട് വന്നു, ഒരുപാട് നല്ല ജോലി, നല്ല സംവിധാനങ്ങളും ഒക്കെ ആയി മാറിയപ്പോഴത്തേക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ആത്മവിശ്വാസം എങ്ങനെ തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനെ വല്ലാതെ നമ്മൾ കാഴ്ചയില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ച് ഡൗൺ ആകുന്നതിന് പകരം എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള ചിന്തകളാണ് ഞാൻ കൂടുതലും ചിന്തിക്കാറ്. ഞാൻ ഡൗൺ ആകുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അപ്പ് ആകുന്നതിനെ പറ്റി മാത്രം. ഇപ്പോഴും ഞാൻ മുന്നോട്ട് കാണുന്നത്, ഇപ്പോൾ ക്രിക്കറ്റിന് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ അത് മുന്നോട്ട് കാണുന്നത് ഒരു ആരും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും കണ്ടുകൊണ്ട് ഞാൻ അതിനെ ഹാപ്പിനെസ്സോടുകൂടി, അതിനെ വളരെ സാറ്റിസ്ഫൈഡോടുകൂടി ഇപ്പോഴേ ഞാൻ കാണും, അതിന് താങ്ക്ഫുൾ ആകും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കുറച്ച് മെക്കാനിസംസ് ഒക്കെ ചെയ്യാറ്. അതാണ് ഞാൻ വളരെ ഓവർകം ചെയ്യുന്ന മെക്കാനിസംസ് ഇതൊക്കെയാണ്. സുഭാഷ് ചന്ദ്രൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്, അതാ ആ മനുഷ്യനെന്ന് നമ്മുടെ കാലത്ത് ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് പറയാൻ തക്ക മാതൃകയുള്ള ആളുകൾ ഇന്ന് നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്ന്. മാതൃക കുറഞ്ഞ മനുഷ്യരാണ് ഇന്ന് ഏറിയ പങ്കും. രജനീഷ് സാർ, ഒരുപക്ഷെ ഇന്ന് യുവ മനസ്സുകൾ താങ്കളെ ഒരു റോൾ മോഡലായി കാണുന്നുണ്ട്. ആ യുവ മനസ്സുകളോട്, യുവാക്കന്മാരോട്, ഞങ്ങളുടെ ചാനലിൻ്റെ പേര് തന്നെ യുവശബ്ദം എന്നാണ്, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന മനുഷ്യരോട് താങ്കൾക്ക് നൽകാനുള്ള പ്രചോദന പാഠം എന്താണ്? അച്ഛാ, എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ കുറച്ച് സമയം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് 75 to 80 അല്ലെങ്കിൽ മാക്സിമം 100, ഇതൊക്കെയാണ് ഇവിടെ ജീവിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നത് നമ്മൾ ആരോ മുൻകാലത്ത് ചെയ്ത പുണ്യം കൊണ്ട് കിട്ടുന്ന ഒരു ജന്മം, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് തരുന്ന ഒരു ജന്മമായിട്ടൊക്കെയാണ് നമ്മളിതിനെ കാണേണ്ടത്. കാരണം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ ഓരോ ലൈഫ് മുന്നോട്ട് പോകുമ്പം നമുക്ക് നോക്കിയാൽ അറിയാം. കാരണം ലൈഫ് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളാണ് ഒരു 98% നമുക്കിവിടെ ലൈഫ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു 2% നമുക്കൊരു ലൈഫ് കിട്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ അവസരം ഏറ്റവും നന്നായിട്ട്, ഇതേപോലെ ഒരു മനോഹരമായ ഒരു ഭൂമിയിൽ വന്നിങ്ങനെ ജീവിച്ചു പോകാൻ കിട്ടുന്ന അവസരം, ഞാനിതിനെ എപ്പോഴും ക്രിക്കറ്റുമായിട്ടൊക്കെയാണ് താരതമ്യപ്പെടുത്തുക. ഈ ഇന്നിങ്സ് കിട്ടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഒരു ലിറ്റിൽ ക്യാമിയോ പോലെ, എന്താ പറയുക, ഇപ്പോഴത്തെ T20 ഫോമാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടിയ ഒരു 10-20 ബോൾ അല്ലെങ്കിൽ 15 ബോളിൽ ഒരു 50 അടിക്കുക അല്ലെങ്കിൽ ഒരു 100 അടിച്ചിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആ തരത്തിലുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതെന്നാണ് ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നോട് ചുറ്റും നിൽക്കുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള സർക്കിളിനോടൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അത് അവർ ഭയങ്കര ഇൻസ്പയർഡ് ആകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് ലൈഫ് ഇതുവരെ ഞാൻ തുടങ്ങിയ സമയത്ത് കാഴ്ച നഷ്ടപ്പെട്ടു,
അല്ലെങ്കിൽ എനിക്ക് ഫാദർ ഇല്ലാത്ത ഒരു കാലത്ത് ജീവിച്ച് മുന്നോട്ട് പോയി, പലരും സപ്പോർട്ട് ചെയ്തു. നമ്മളെല്ലാത്തിനെയും മറികടന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ലൈഫിന് പിന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പല ബ്ലൈൻഡ് ക്രിക്കറ്റേഴ്സിന് റെക്കഗ്നിഷൻ കിട്ടുന്നു, അവാർഡുകൾ കിട്ടുന്നു, പിന്നെ അംഗീകാരങ്ങൾ, ഡിഗ്നിറ്റി, ഐഡൻറ്റിറ്റി, ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ സൊസൈറ്റിയിൽ കിട്ടുമ്പം നമ്മൾ നമുക്കായിട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു റോള് ദൈവം നമുക്കിവിടെ തന്നിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് കണ്ടെത്താൻ പറ്റുന്നത് വരെയാണ് ഈ പ്രശ്നം. നമ്മുടെ മീനിങ്, ലൈഫിൻ്റെ ഒരു മീനിങ്, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമ്മളൊരു ക്യാപ്റ്റൻ ബോൾ ഏൽപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ ബാറ്റ് ഏൽപ്പിക്കുന്ന പോലെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് പോകാനുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് ഈ പറഞ്ഞ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ചില പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ തരത്തിൽ കാര്യങ്ങളെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് ശക്തമായിട്ട് പോകാൻ പറ്റും. ഇത് വെറും ഒരു മോട്ടിവേഷൻ വാക്കുകൾ പറയുക എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ ബിലീഫിൻ്റെ തന്നെ ഇതും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിലൂടെ. അതായത് ബിലീഫും ഫെയ്ത്തും തമ്മിൽ ഉള്ളൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ അത് ഉണ്ടായിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ബിലീവ് ചെയ്യുന്നത്. നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് ഇല്ല എന്ന് ഉറപ്പുള്ളതായിരിക്കും. അത് നമ്മൾ മാത്രം കാണുന്ന, നമുക്ക് ഉറപ്പ് അത് റെഡിയാകും എന്ന് പറയുന്ന വിശ്വാസമുണ്ട്. അതാണ് ഫെയ്ത്ത്. അപ്പം ഫെയ്ത്ത് ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബിലീഫ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഫെയ്ത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് എനിക്ക് എൻ്റെ ലൈഫിലെ യാഥാർത്ഥ്യത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ റിയാലിറ്റിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് അതാണ് എനിക്ക് എല്ലാ പുതിയ കുട്ടികളോടായാലും യങ്സ്റ്റേഴ്സിനോടായാലും എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്. നമ്മളുടെ ഫെയ്ത്ത്, നമുക്ക് മുന്നോട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ കാര്യങ്ങളെ കാണുക, മുന്നോട്ട് അത് ഫീൽ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം വളരെ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്കിവിടെ ജീവിച്ച് പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ തുടരാൻ ഞാൻ നിങ്ങളോടും അത് തന്നെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്ന്, കേരളക്കരയിൽ നിന്ന് ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറി വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ രജനി സാർ ഇന്ന് ഏറെ ദൂരം യാത്ര ചെയ്ത് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുത്തതിൽ ഏറെ അഭിമാനം, സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ ചാനലിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തായാലും പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് മുന്നോട്ട് ഈ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വിഷൻ ആൻഡ് മിഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ജോണച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ടീമിന് പ്രത്യേകം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ, ഇത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ കേൾക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് മാത്രമല്ല, ഒരുവിധം മനുഷ്യരെല്ലാവരും തന്നെ ഈ ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഈ മൊബൈലിൻ്റെയും മറ്റ് ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ ഉപയോഗം കാരണം അവരുടെ കോൺസെൻട്രേഷനും ഈ പറയുന്ന ഫോക്കസും ഒക്കെ നഷ്ടപ്പെട്ടു ഇരിക്കുന്ന ഒരു കാലത്ത് നേരത്തെ അച്ഛൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൃത്യമായ മെഡിറ്റേഷനും കൃത്യമായ ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത് ഒരു പരിധി വരെ നമ്മുടെ ഈ ഡിജിറ്റൽ ലോകം കവർന്നെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനിഷ്യേറ്റീവ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകും, അതെനിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ജോണച്ചൻ്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോകും. ആ ടീമിന് എല്ലാവർക്കും പ്രത്യേകം ഞാൻ അഭിനന്ദനവും അതേപോലെ തന്നെ ഇത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ഒരു നന്മയായിട്ട് കാണുന്നു. അതിനുള്ള അപ്രിസിയേഷനോടൊപ്പം തന്നെ ആ താങ്ക് യു ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനും അച്ഛന് പ്രത്യേകം താങ്ക് യു സോ മച്ച് അച്ഛൻ. താങ്ക് യു.